പ്രിയപ്പെട്ടവരെ, നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വരച്ചിരിക്കുന്നത് അനസ് എടത്തൊടിക്കൻ്റെ ഒരു ഫോട്ടോ ആണ്. യാദൃച്ഛികമായിട്ട് നമ്മളെ വീഡിയോകൾ കാണുകയാണെങ്കിൽ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ എന്നെ അറിയിക്കുകയും ചെയ്യും. ശരിയാണ്, നമ്മൾ അനസ്ഥലത്ത് അടുത്തൊടിക്കൻ്റെ ഒക്കെ ആട് അനസിനാണ് ഫുട്ബോൾ കളിക്കാരൻ. മുണ്ടമ്പല അവിടെ വെണ്ണപ്പാറക്ക് പോകുന്നു. അപ്പം നമ്മൾ ഈ ഫോട്ടോ കൊണ്ട് അനസിൻ്റെ പെരിക്ക് പോവാണ്. കൊണ്ടോട്ടിയാണെന്ന് നമുക്കറിയാം, പക്ഷെ കൊണ്ടോട്ടിയിൽ കറക്റ്റ് സ്ഥലം എവിടെയെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എൻ്റെ വീട് ഓടിച്ചാൽ മഞ്ചേരി എന്നാണ് പറയാം, ദൂരത്തുള്ള ആൾക്കാരൊക്കെ. പക്ഷെ നമ്മൾ മഞ്ചേരിയിൽ നിന്ന് കുറച്ച് പോവാണ്ട് അതേമാതിരി തന്നെ. അപ്പോൾ നമ്മൾ കൊണ്ടോട്ടിയങ്ങാടി എത്തിയപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചു. മൂപ്പര് കറക്റ്റ് സ്ഥലം പറഞ്ഞു. ഒരു നാടിൻ്റെ മുക്കും മൂലക്കാരുന്ന ആൾക്കാരാണ് ഓട്ടോറിക്ഷക്കാർ. ഞാൻ പറയാൻ കാരണം ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. മലപ്പുറക്കാർക്ക് ഫുട്ബോളിനോടുള്ള പ്രണയം അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അനസ് എടത്തൊടിക്കനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്നല്ല, ഫുട്ബോളിനെ പ്രേമിക്കണ എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരിക്കും. അപ്പം നമ്മൾ ഈ മുതൽ പെരി ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. അതിൽ നമുക്ക് പോയി നോക്കുക, ഉണ്ടാവണേന്നാണ് നമ്മളെ പ്രാർത്ഥന. ഞാൻ ഇപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. ഇതിൻ്റെ മുന്നേറ്റം വന്നപ്പോൾ ആരും ഇല്ലേനു. ഇന്നെന്തായാലും അനസ് ഇവിടെ ഉണ്ട് കേട്ടോ. ബെൻസൊക്കെ അതവിടെ മുറ്റത്ത് കാണുന്നത്. ഈ ബെൻസ് എടുത്ത കഥ അനസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. വേറൊരു വീഡിയോയിൽ അനസിൻ്റെ വീട്ടിൽ കിളികൾക്കൊക്കെ ഉള്ളൊരു വലിയ കൂടൊക്കെ ഉണ്ടെന്ന് കണ്ടീന് വീഡിയോയിൽ. അപ്പോൾ ആ കൂടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കൂടാണ്. ഉള്ളിലേക്കൊന്നും നമ്മൾ കയറിയിട്ടൊന്നുമില്ല, പുറത്തുനിന്ന് നിങ്ങളൊരു വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ മുത്തുമണി തട്ട വരുന്നേ നമ്മൾ കൈയൊക്കെ കൊടുത്ത്. അപ്പം നമ്മൾ ഫോട്ടോ കൈമാറാൻ പോവുകയാണ്. നമ്മൾ രണ്ട് ചങ്ങായിമാരും കൂടി ഉണ്ടായിരുന്നു. ഓലാണ് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കണത്. നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാര്യം എന്താ വെച്ചാൽ നമ്മളിത് വരക്കുമ്പോൾ നമ്മൾ ആഗ്രഹം ഇത് അനസിന് കൊടുക്കണം എന്ന് കരുതിയിട്ടാണ് നമ്മളിത് വരക്കണത്. അത് നടക്കുമല്ലോ എന്ന് നമുക്കറിയില്ല, പക്ഷേ അതാണ് ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. മൂപ്പര് ഭയങ്കര ഹാപ്പിയോട് കൂടി നമ്മളത് സ്വീകരിച്ചു. നമ്മുടെ ഫോട്ടോ കൈപ്പറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്.